ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിംസ് ഫേവറേറ്റ്സ്. ഒരു കേക്ക് ബോർഡ് വെച്ചിട്ടാണ് ഇന്നത്തെ ക്രാഫ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരുപാട് നാളായിട്ട് എൻ്റെ കയ്യിലുള്ളൊരു കേക്ക് ബോർഡാണ്, കുറച്ച് പഴയതാണ്. അപ്പോൾ നമ്മൾ എന്ത് ക്രാഫ്റ്റാണ് ചെയ്യാമെന്ന് നോക്കാം. ക്രാഫ്റ്റിന് യൂസ് ചെയ്യുന്ന ഐറ്റം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഞാൻ എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്ന്. അപ്പോൾ ഇതാണ് നമ്മൾ ക്രാഫ്റ്റിന് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് കുറച്ച് ഷെല്ലാണ്, പൊട്ടിച്ചതറിയൊക്കെ ഷെല്ലാണ്. കുഞ്ഞു കുഞ്ഞു ചെള്ളുകളുണ്ട്, അതുപോലെ തന്നെ കുറച്ച് പൂഴിയും കൂടെ വേണം. അപ്പോൾ എല്ലാം കൂടെ ഒരു മിക്സ് പരുവത്തിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതാണ് മെയിനായിട്ട് വേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു കാർഡ്ബോർഡിൻ്റെ ഉള്ളിലായിട്ട്, അതായത് കേക്ക് ബോർഡിൻ്റെ ഉള്ളിലായിട്ട് ഗ്ലൂ വെച്ചിട്ട് ഒരു ലൈന് കൊടുക്കണം. ലൈൻ വെച്ച് പെർഫെക്റ്റ് ലൈനല്ല, ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെയുള്ളൊരു ലൈന് കൊടുക്കണം. എന്നിട്ട് അതിന് ഒരു ഭാഗത്ത്, ആ ലൈനിൻ്റെ മേൾ ഭാഗത്ത് നമ്മൾ ഗ്ലൂ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിത് ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പൂഴിയാണ് നമുക്ക് ഇതിനകത്തോട്ട് ഈ ഗ്ലൂവിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് പൂഴിയാണ്. അതുകൊണ്ട് തന്നെ ഗ്ലൂ നല്ല തിക്കായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എനിക്കൊരബദ്ധം പറ്റിയതാണ്, ഞാൻ അധികം തിക്കല്ലാണ്ടാണ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തത്. അതുകൊണ്ട് തന്നെ കുറേ പൂഴി തെന്നിപ്പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് നന്നായിട്ട് തന്നെ തിക്കായിട്ട് തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അതിനുശേഷം ഈ ഒരു പൂഴിയെടുത്ത് അതിൻ്റെ മുകളിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പൂഴിയും ആ ഷെല്ലൊക്കെ അതിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നന്നായിട്ട് അതിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് പൂഴി മാത്രമായിട്ട് കിട്ടിയില്ല. നമ്മളെ വീട് പണിക്കൊക്കെ എടുത്തിട്ട് പൂഴി അരിച്ചെടുത്തിട്ട് ബാക്കി വരുന്ന ആ ഒരു ഷെല്ലും കാര്യങ്ങളും അതിൻ്റെ കൂടെ വരുന്ന കുറച്ച് പൂഴികളുമാണ് ഞാൻ കളക്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ അതാണ് ഞാനിവിടെ യൂസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് കുറച്ച് കുഞ്ഞു കുഞ്ഞ് ഷെല്ലിൻ്റെ പീസസൊക്കെ വരുന്നുണ്ട്. അതൊക്കെ കൂടിയാണ് ഞാൻ അതിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൈവച്ചൊന്ന് പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതുപോലെ തട്ടി കൊടുക്കുമ്പോൾ കുറേ ഷെല്ല് അങ്ങോട്ട് പോയിട്ടുണ്ടായി. അപ്പോൾ പിന്നെ വീണ്ടും പോയ ഭാഗത്തൊക്കെ വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്ത് ഞാൻ വീണ്ടും കുറച്ചുകൂടെ പൂഴിയും ഷെല്ലും ഒക്കെ പിന്നെ ഗ്ലൂ വെച്ച് പിന്നെയാണ് ഞാൻ വച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഗ്ലൂ നന്നായിട്ട് കുറച്ച് കട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എല്ലാം നല്ലതുപോലെ ഒട്ടിക്കിടക്കും. അപ്പോൾ അതങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് വീണ്ടും ഇതുപോലെ ഡബിൾ പണിയായത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യുമ്പോൾ നന്നായിട്ട് കട്ടിയിലിടാനായിട്ട് ശ്രദ്ധിക്കുക. പൂഴി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഷെല്ല് വീണ്ടും നമുക്കതിൻ്റെ മുകളിൽ ഒട്ടിക്കിടക്കാനായിട്ട് ഇത്തിരി പാടാണ്. അപ്പോൾ ഷെല്ലിൻ്റെ മുകളിൽ ഇതുപോലെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് പ്രസ് ചെയ്താൽ മതി. കുറച്ച് കഴിയുമ്പോൾ കുറച്ച് സമയമെടുത്ത് അതൊന്ന് സെറ്റായിക്കോളും. ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ ഗ്ലൂ ഗണ്ണ് ഇത്തിരി ഒന്ന് നമുക്ക് കുറച്ച് പാടാവും അത് ചെയ്തെടുക്കാനായിട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വേണ്ടത് ഇതുപോലെ ഒരു കോട്ടനാണ്. കോട്ടണോ അല്ലെങ്കിൽ സ്പോഞ്ചോ എന്തെങ്കിലും നമുക്ക് എടുക്കാം. അതിൽ നമ്മൾ ഇതുപോലത്തെ ഗ്രീൻ കളറ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എൻ്റെ കയ്യിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആ ഒരു ഗ്രീൻ കളറ് അപ്ലൈ ചെയ്തതിന് ശേഷം ആ കോട്ടൺ നമുക്ക് ഇതുപോലെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് വച്ച് കൊടുക്കാം. നമുക്ക് ഒരു എന്താ പറയുക, ഒരു പച്ചപ്പൊക്കെ തോന്നാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അടുത്തുള്ളത് കുറച്ച് ഡാർക്കായി പോയി, കുറച്ച് ലൈറ്റർ കളറാണ് ഇത്തിരി കൂടി നല്ലത്. അപ്പോൾ ഈ ഒരു കോട്ടൺ ഗ്ലൂ വെച്ച് സ്റ്റിക്ക് ചെയ്യാനൊക്കെ ഇത്തിരി പാടാണ്. അപ്പോൾ നിങ്ങൾ താഴെ നമ്മൾ എവിടെയാണോ വെക്കുന്നത് അവിടെ ഇത്തിരി ഗ്ലൂ വെച്ചിട്ട് ആ കോട്ടൺ അവിടെ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അവിടെ നിന്നോളും. ഇതൊന്നും നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല. നമുക്ക് ചെയ്ത് വരുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു പാടറിയുള്ളൂ. ഇത്തിരി പാടാണ് ഇതൊക്കെ ചെയ്യാനായിട്ട്. കാരണം ഇത് ഗ്ലൂ വെച്ചാൽ അങ്ങനെയൊന്നും വേഗമൊന്നും അതൊട്ടില്ല. അപ്പോൾ നമ്മുടെ കയ്യിലൊട്ടി പിടിക്കും. കുറേ പൂഴി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ അങ്ങ് വിട്ടുപോകും, അങ്ങനെയൊക്കെ ആവും. അപ്പോൾ ഇത്തിരി ക്ഷമ വേണം. അപ്പോൾ ഓരോന്നും നന്നായിട്ട് ഗ്ലൂ വെച്ച് തന്നെ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ഇതുപോലത്തെ ടിഷ്യൂ ആണ്. അപ്പോൾ ടിഷ്യൂ വെച്ചിട്ടാണ് ബാക്കി സൈഡ് ഫില്ല് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ടിഷ്യൂ അവിടെ സ്റ്റിക്ക് ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതുപോലെ തന്നെ ഗ്ലൂ വെച്ചിട്ട് നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഗ്ലൂ മാത്രം പോരാ, ഗ്ലൂ ഒന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വേണം അവിടെ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോഴാണ് ആ ടിഷ്യൂ നന്നായിട്ട് അവിടെ ഒട്ടി നിൽക്കുള്ളൂ. അപ്പം ഗ്ലൂവും വെള്ളവും മിക്സ് ചെയ്തിട്ട് അവിടെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം.
ബാക്കി വരുന്ന പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു ടിഷ്യൂ ആവശ്യാനുസരണം ആ ഒരു പോർഷൻ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ വെച്ചിട്ട് ബാക്കി വരുന്ന ഭാഗം ഇങ്ങനെ മുറിച്ച് മുറിച്ച് കൊടുക്കുക. വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ചെയ്ത് കൊടുക്കുക. ഗ്ലൂവും വെള്ളവും മിക്സ് ചെയ്തിട്ട് ആ ടിഷ്യൂവിൻ്റെ മുകളിലായിട്ട് നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ഒരു വേവ് വരുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ തന്നെ വെള്ളവും ഗ്ലൂവും മിക്സ് ചെയ്തിട്ട് ആ ടിഷ്യൂവിൻ്റെ മുകളിലായിട്ട് നല്ലപോലെ ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എല്ലാ പോർഷനും ടിഷ്യൂവിൻ്റെ ഓരോരോ ചെറിയ ചെറിയ പീസ് വെച്ചിട്ട് ആ ഒരു പോർഷൻസൊക്കെ കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ ഗ്ലൂ വെച്ചിട്ട് ഗ്ലൂവും വെള്ളവും മിക്സ് ചെയ്തിട്ട് അതിന് മുകളിൽ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ടിഷ്യൂവിൻ്റെ മുകളിൽ കുറേ വരകളും ചുളിവുകളൊക്കെ കാണാൻ വേണ്ടി കഴിയും. അങ്ങനെ നമുക്ക് കിട്ടണം. അപ്പോഴാണ് നമുക്ക് ആ തിരമാലയുടെയൊക്കെ ഒരു ഫീല് കിട്ടുള്ളൂ. അതിനാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് കളർ മിക്സിംഗ് ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു കടലിൻ്റെ ആ ഒരു കളറാണ് വേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ ലൈറ്റ് ബ്ലൂ ആണ് വേണ്ടത്. അതിന് നമ്മൾ എൻ്റെ കയ്യിലുള്ളത് ഡാർക്ക് ബ്ലൂ ആണ്. അപ്പോൾ ഡാർക്ക് ബ്ലൂ വൈറ്റ് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഗ്ലൂവും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഗ്ലൂ ഓൾറെഡി എനിക്ക് തീരാറായി. അപ്പം ഞാനത് ഞെക്കിപ്പിഴിഞ്ഞ് കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു ബ്ലൂ കളറും കൂടെ ലൈറ്റായിട്ട് ഒരു ബ്ലൂ കളർ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട ആവശ്യത്തിനുള്ള കളറ് കിട്ടും. ആ കളറ് നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് അപ്ലൈ ചെയ്തെടുക്കണം. മുകളിൽ കുറച്ച് വൈറ്റ് പോർഷൻ വിട്ടിട്ട് ബാക്കി എല്ലാ സ്ഥലത്തും ഈ ഒരു കളറ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. പെയിൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെ വലിച്ച് നീട്ടി അടിക്കാതെ ടച്ചപ്പ് ചെയ്യുന്ന പോലെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ടിഷ്യൂ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കീറിപ്പോകും. അതുകൊണ്ട് അധികം വലിച്ചു നീട്ടി പെയിൻറ്റ് ചെയ്യരുത്. വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ചെയ്യുക. എങ്കിൽ കൂടിയും കുറച്ചൊക്കെ ടിഷ്യൂ കീറിപ്പോകുന്നുണ്ട്. അത് കുഴപ്പമില്ല. അത് നമുക്കൊരു ഡിസൈന് പോലെ കിടന്നോളും. പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് വൈറ്റ് പെയിൻറ്റ് എടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് ശരിക്കൊരു തിരമാലയുടെ ഒരു ലുക്ക് വരിക.
അപ്പോൾ നമ്മുടെ ബീച്ച് സൈഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.